നമസ്കാരം. ജർമ്മൻ മലയാളി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബെർലിനിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് രാജ്യത്ത് സുരക്ഷ ശക്തമാക്കി. പൊതു ഇടങ്ങളിൽ അതീവ ജാഗ്രത. ജർമ്മനി വീണ്ടും കൊടും ചൂടിലേക്ക്. കൂടിയ താപനില വീണ്ടും 40 ഡിഗ്രിയിൽ എത്താൻ സാധ്യത. ഓണത്തെ വരവേൽക്കാനൊരുങ്ങി ജർമ്മൻ മലയാളികൾ. വിവിധ മലയാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ഗംഭീര ഓണാഘോഷ പരിപാടികളാണ് സംഘടിപ്പിക്കാനൊരുങ്ങുന്നത്. ബെർലിനിൽ നടന്ന ഭീകര ആക്രമണത്തെ തുടർന്ന് രാജ്യത്ത് സുരക്ഷ ശക്തമാക്കി. പൊതു ഇടങ്ങളിൽ അതീവ ജാഗ്രത. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലാണ് രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണം ബെർലിനിൽ നടന്നത്. 21 വയസ്സുകാരനായ അക്രമി വാഹനം ജനക്കൂട്ടത്തിനിടയിലേക്ക് ഓടിച്ചു കയറ്റുകയായിരുന്നു. ഇതേ തുടർന്ന് നിരവധി പേർക്ക് പരിക്ക് ഏൽക്കുകയും ഒരു സ്ത്രീ കൊല്ലപ്പെടുകയും ചെയ്തു. അക്രമിയെ പോലീസ് പിന്നീട് വെടിവെച്ചു കൊന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സംഭവത്തെ അപലപിച്ചു. ആന്റി മൈഗ്രേഷനെ പ്രോത്സാഹിപ്പിക്കുന്ന AfD നിലവിലെ ഗവൺമെന്റ് ഭീകരതയെ ചെറുക്കാൻ പരാജയപ്പെട്ടെന്ന് ആരോപിച്ചു. ഇതേ തുടർന്ന് ഗവൺമെന്റ് രാജ്യത്ത് സുരക്ഷ വർദ്ധിപ്പിച്ചു. പൊതുയിടങ്ങളിലും പബ്ലിക് ഇവന്റുകളിലും കൂടുതൽ പോലീസ് സേനയെ വിന്യസിച്ചു. ജർമ്മനി വീണ്ടും കൊടും ചൂടിലേക്ക്. വരും ദിവസങ്ങളിൽ കൂടിയ താപനില 40 ഡിഗ്രി വരെ രേഖപ്പെടുത്തിയേക്കും. ഒരു ഇടവേളയ്ക്ക് ശേഷം ജർമ്മനി വീണ്ടും കടുത്ത ചൂടിലേക്ക്. നിലവിലെ കാലാവസ്ഥാ പ്രവചന പ്രകാരം ജർമ്മനിയിലെ അടുത്ത ചൂട് തരംഗം ചൊവ്വാഴ്ച മുതൽ ആരംഭിച്ച് വ്യാഴാഴ്ച ഏറ്റവും ശക്തമായ നിലയിൽ എത്തും. തെക്കു പടിഞ്ഞാറൻ ജർമ്മനിയിലും ഓബർ റൈൻ മേഖലയിലുമാണ് കൂടുതൽ ചൂട് രേഖപ്പെടുത്തുക. ഇവിടെ 37 ഡിഗ്രി സെൽഷ്യസ് മുതൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെ എത്താൻ സാധ്യത കൽപ്പിക്കുന്നു. ജർമ്മനിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും 30 ഡിഗ്രി സെൽഷ്യസ് മുതൽ 35 ഡിഗ്രി വരെ ചൂട് രേഖപ്പെടുത്തും. എന്നാൽ ആഴ്ചയുടെ അവസാനത്തോടെ പ്രത്യേകിച്ച് പടിഞ്ഞാറൻ തെക്കൻ ജർമ്മനിയിൽ മഴയുണ്ടാകുമെന്ന വാർത്ത ആശ്വാസം പകരുന്നതാണ്. ഓണത്തെ വരവേൽക്കാനൊരുങ്ങി ജർമ്മൻ മലയാളികളും. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വമ്പിച്ച ഓണാഘോഷ പരിപാടികളാണ് സംഘടിപ്പിക്കാനൊരുങ്ങുന്നത്. ലോകത്ത് എവിടെയായാലും മലയാളിയുടെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നാണ് ഓണം. ജാതിമത ഭേദമന്യേ മലയാളികൾ ഓണം ആഘോഷിച്ചു വരുന്നു. ഓണക്കോടിയും ഓണസദ്യയും ഓണക്കളികളുമെല്ലാം മലയാളികൾക്ക് ഏറെ പ്രിയമുള്ളവയാണ്. ഇത്തവണ ഓഗസ്റ്റ് മാസം 26 ആണ് തിരുവോണം. ഇതോടനുബന്ധിച്ച് ജർമ്മനിയിലെ വിവിധ മലയാളി സംഘടനകൾ വിവിധ ഓണാഘോഷ പരിപാടികൾ പ്ലാൻ ചെയ്തു കഴിഞ്ഞു. ഡിജിറ്റൽ യുഗത്തിൽ ഓണക്കോടിയും ഓണസദ്യയുമെല്ലാം വിരൽത്തുമ്പിൽ ലഭ്യമാണ്. മലയാളികളുടെ അഹങ്കാരമായ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമൃദ്ധിയുടെയും സന്ദേശം നൽകുന്ന ഓണത്തെ പ്രതീക്ഷയോടെ നമുക്ക് വരവേൽക്കാം. വാർത്തകൾ കഴിഞ്ഞു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച കാണുന്നതുവരെ നന്ദി, നമസ്കാരം.